ഇക്കു ഇതെനിക്കൊന്ന് ഇട്ട് തരുമോ ഡാൻസോ എന്ത് കോപ്രായം വേണോ കാണിച്ച പക്ഷെ വാ മാത്രം തുറക്കരുത്. നമ്മളെന്തായാലും ബാക്കിലോട്ട് പോകാൻ തീരുമാനിച്ചില്ല. ആ തൽക്കാലം നമുക്ക് ഇനി വയ്യ കേൾക്കാൻ വയ്യ. ഒരു ചെല്ലോടെ വളർത്തും നമ്മളെ ലൈഫിലാണ്. പക്ഷെ നമ്മള് ചെറുതായിട്ടൊന്ന് സോഷ്യൽ മീഡിയയിലൊന്ന് ഇട്ടുകൊടുത്തതാ. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചു. ഇപ്പോ എക്സാമ്പിൾ പറയണം, മല്ലു റേപ്പർ അവരുടെ ബോഡി എക്സ്പോസ് ചെയ്ത് ഒരുപാടുണ്ട്. പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും വരുന്നില്ല. പക്ഷെ നമ്മള് തിരിച്ചാരെടുത്തും അങ്ങനെ റിയാക്ട് ചെയ്യാൻ പോലും തീരെ ഗതിയിടുമ്പോൾ മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. അപ്പം അതൊന്നും സംസാരിക്കണം, നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന കപ്പിളാണ്. ഞാൻ നിങ്ങൾക്കൊരു റിമൈൻഡർ തരാം. അതായത് ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പേ ഒരു റീൽ നിങ്ങളുടെ കണ്ടുപറ്റിട്ടുണ്ടാവും അല്ലേ? ആ ഒരു റീലിൽ പ്രത്യേകമായിട്ട് ഒരു ചപ്പൽ മേടിക്കാൻ വേണ്ടി പോകുന്ന ഹസ്ബൻഡ്, ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അവിടെ. അതുകൊണ്ട് അതൊന്നും നീ ചോദിക്കുകയും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് മാളിൽ കൊണ്ടുപോയപ്പം ആളുടെ ഭാവം മാറുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിക്കാണും. കൂടെ ഈ ഒരു പാട്ടും മോഹജാലകം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഇക്കു ആൻഡ് ഷോപ്പി. ഹായ്. അത്രയും വലിയ ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാട്ട് പാടിയാൽ തന്നെ, ഈ ഒരു പാട്ടിലെ റീല് വൈറലായി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ വിചാരിച്ചിരുന്നു ഈ ഒരു റീൽ ഈ രീതിയിൽ വൈറലാവും എന്നുള്ളത്? ഒരിക്കലും ഇല്ല. ഞങ്ങളത് കുറച്ച് ഫണ്ണി ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ. പക്ഷെ ആ ഒരു ഒറ്റ വീഡിയോ തന്നെ ഇത്രയും വൈറലാവും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചെറിയടത്തൊന്നും അല്ല നിന്നത്, നല്ല രീതിക്ക് കേരളം മൊത്തം കത്തിക്കുന്ന ഒരു റീലായി മാറി. സോ ഈ ഒരു റീല് നിങ്ങൾ ചെയ്തു, അത് നിങ്ങളൊരു ഫണ്ണി കണ്ടന്റ് ആയിട്ടാണ് സംഭവം ചെയ്തത്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു റീലാണ് മല്ലു റാപ്പേഴ്സ്. അവര് നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തത് വെച്ചാൽ ഷാലിമ എന്നാണ് ശരിക്കും പേരിട്ട്, ഷോപ്പിയുടെ പേര് ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പൊ ഷാലിമേനെ ഇമിറ്റേറ്റ് ചെയ്തൊരു കേസാണ്. നോർമലി ഷാലിമേനെ മാത്രമല്ല, വേറെയും പല സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ അവരുടെ ശരീരഭാഗങ്ങൾ കുറച്ചൊന്ന് ഇതാക്കി കാണിച്ച് ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ട് കണ്ടന്റ് ചെയ്യുന്നവരാണ്. ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കി ചെയ്യുന്നത് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോയപ്പം എന്തുകൊണ്ടാണ് ഷാലിമ ഒരു വീഡിയോ ചെയ്തു, പക്ഷെ എന്തുകൊണ്ടാണ് അത് ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാതിരുന്നത്? അതിന്റെ പറയാനൊക്കെ സമയമില്ലാഞ്ഞിട്ടാണ്. ആണ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ വലിച്ചിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. ഒരു വീഡിയോ നമ്മളിപ്പം പണ്ട് നമ്മള് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ശ്രീകുട്ടിക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ താല്പര്യമില്ല, വീഡിയോ ചെയ്യാൻ താല്പര്യം. ഞാനാണ് കുറച്ച് പുഷ് ചെയ്ത് വീഡിയോയിലിട്ട് വരണം, നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാന്ന് പറഞ്ഞ് പല വീഡിയോസ് ചെയ്തു വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് ഇതിന്റെ എന്തായാലും ക്യാരക്ടർ നമുക്കൊന്ന് റിയൽ ലൈഫ് ഈ ഒരു റീൽസ് ആയിട്ട് ചെയ്ത് ഇടാന്ന് പറഞ്ഞു ഈ കോണ്ടന്റ് ആക്കുന്നത്. അതെ, അപ്പൊ ഈ രീതിയിലോട്ട് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം എന്ന് വെച്ചാൽ ഈ മല്ലു റാപ്പേഴ്സ് ഇതുപോലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് പിന്നെ ഈ ഷോപ്പിക്ക് തോന്നിയത്? എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 2 ദിവസം സ്റ്റക്കായ ഒരു ഇരിപ്പുണ്ട്. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? അവർക്ക് കമന്റ് ബോക്സിൽ നമ്മൾ റിപ്ലൈ മീൻസ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇൻബോക്സ് നോക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പം അവര് നോക്കുന്നില്ല, ഒരു റിപ്ലൈയും ഇല്ല. പക്ഷെ ഇതിന്റെ താഴെ വരുന്ന കമന്റ്സും നീ അങ്ങനെ നിന്ന് കൊടുത്തിട്ടല്ലേ അവര് കാണിക്കുന്നത്. അപ്പം അവരത്രയും എക്സ്പോസ് ചെയ്തത് ആർക്കും ഒരു പ്രശ്നമല്ല. അവരത് എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോണ്ടന്റ് അത് എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ വന്ന് ചീത്തവിളി മാത്രമേ ഉള്ളൂ. നിനക്ക് അത് കിട്ടേണ്ടത് തന്നെയാണ്, ആവശ്യമുള്ളതാണ്, ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. അത് കേൾക്കുമ്പോ എന്താ സമൂഹം ഇങ്ങനെ എന്നുള്ളൊരു തോട്ട് വന്നു പോകും. ഒരുപാട് പേര് ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അവളെ സംബന്ധിച്ച് സ്ട്രോങ് അല്ല ഒട്ടും. ഇത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ലീഗലി മൂവ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഒന്ന് ഫാമിലിയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കണം, അതിന്റെ പുറകെ നടക്കണം, അവിടെ എഡ്യൂക്കേഷനിൽ ബാധിക്കും, മൊത്തത്തിൽ അതിന്റെ പുറകെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആകുമ്പോൾ എന്തായാലും കേട്ടാലേ പറ്റും. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഇത് നെഗറ്റീവ് കേൾക്കാൻ വേണ്ടിയല്ല നമ്മൾ വീഡിയോ ഇടുന്നത്.
പക്ഷെ അവരങ്ങനെ അവർ വീഡിയോ ചെയ്തോട്ടെ. ഒരുപാട് പേര് ഇന്ന് ഇതുപോലെ ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു ഫൺ രീതിയിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ രീതിയിൽ. പക്ഷെ ഇവർ ചെയ്തത് നമ്മളെ ബോഡി ഷേമിങ്ങും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയെ പറ്റി കൊടുക്കുക, ആ രീതിയിലാണ് കൊടുത്തത്. നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടായിരുന്നു ആ വീഡിയോ കണ്ടോണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. വീഡിയോ റിമൂവ് ചെയ്ത് ആ ഒരു സമയത്ത് ഉള്ള വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്ത് ആർച്ചീവ് ആക്കി. പിന്നെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ ലൈഫിൽ നിന്ന് ഇങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് കടക്കും തോറും നമ്മൾ എല്ലാത്തിൽ നിന്നും പിന്മാറേണ്ടി വരും. പിന്നെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ വീഡിയോ ഇട്ടു. ഓക്കെ, അപ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചെയ്തു, നിങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെ കാര്യങ്ങൾ വരും എന്നുള്ളത്. സോ അങ്ങനെ മല്ലു റാപ്പേഴ്സിന്റെ മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ അന്നമ്മ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ, നിങ്ങളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, പക്ഷെ ആള് ഒരു ഇന്റർവ്യൂ വേദിയിൽ വന്നിരുന്ന് പറയാണ് ഇക്കോ ഇക്കോ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഇതാക്കിയിട്ട് പുള്ളിക്കാരി വളരെ ക്രിഞ്ചാണ്, പുള്ളിക്കാരിക്ക് ഫിസിക്കലി ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി, എന്താണിത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പം അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിയുടെ. അപ്പം ഇതുപോലെ ആളുകൾ രംഗത്ത് വന്ന് ഓരോന്ന് പറയുമ്പോൾ എന്താണ് അവരോട് ഓപ്പണായിട്ട് ഈ ഷോപ്പിക്ക് പറയാനുള്ളത്? എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും സമൂഹത്തിൽ 2 ആൾക്കാർ അറിയണമെന്ന് ആഗ്രഹിച്ചാണ് കോണ്ടന്റ് വീഡിയോ ഇടുന്നത്. അപ്പം അതങ്ങനെ കണ്ടാ പോരെ. ഇപ്പോ ക്യൂട്ട്നെസ് ആണ് എല്ലാരും ഒരു വലിയ വിഷയമായിട്ട് കാണുന്നത്, പക്ഷെ അതിനെ കഴിഞ്ഞ് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും സംസാരിക്കണില്ല. ഇപ്പോ എക്സാമ്പിൾ പറയണം, മല്ലു റാപ്പർ, അവരുടെ ബോഡി എക്സ്പോസ് ചെയ്ത് ഒരുപാടുണ്ട്, പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും വരുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചാരെടുത്തും അങ്ങനെ റിയാക്ട് ചെയ്യാൻ പോലും, തീരെ ഗതിയിടുമ്പോൾ മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. അപ്പം അതൊന്നും സംസാരിക്കണം, നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കോണ്ടന്റ് അതങ്ങനെ കണ്ടാൽ മതി. എല്ലാരും ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ കോണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെ. ഓക്കെ, പക്ഷെ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് എയറിലായ ഒരു കണ്ടന്റ് തന്നെയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു റീല് കഴിഞ്ഞ് അത് അത്യാവശ്യം ഫേമസ് ആയപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു ഗേറ്റ് കടന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇക്കു കാണിച്ചു തരുവാണ്, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് കാണിക്കണം. അതാണെങ്കിൽ അതും ഇതുപോലെ തന്നെ കത്തി. അപ്പം പിന്നെ ഇങ്ങനെ റീൽസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വൈറലാവും എന്ന് വിചാരിച്ചിട്ടാണോ അതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വൈറലായതാണോ? ചില വിഷ്വൽസ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടണേ. ഞാൻ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയാൻ പറ്റൂല. മീൻസ് എൻ്റെ ഫാമിലിയിൽ ഞാനും ചേച്ചി 7 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. അപ്പം അതിന്റെ കുട്ടിത്തം ഫാമിലിയിൽ ആർക്കും ഒന്നും തോന്നൂല. അവർക്കൊക്കെ ഇത് പരിചയമുള്ളവർക്ക് ആർക്കും ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് അതൊക്കെ വേറെ രീതിയിൽ, പക്ഷെ പറയുന്ന ഈ ബോഡിയെ എക്സ്പോസ് ചെയ്തുള്ള പല കമന്റുകൾ പറയുമ്പോഴത്തേക്ക് കേൾക്കുമ്പോ എനിക്കും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ആരെയും അടയ്ക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കേൾക്കാനല്ലേ പറ്റൂ. സ്ഥിതിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എന്തായിരുന്നു? ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ ഇക്കുവിന്റെ ഫാമിലി ആണെങ്കിൽ സോഷ്യൽ മീഡിയ എന്തും പറയാം, ഒന്നും മൈൻഡ് ആക്കണ്ട അങ്ങനെ. പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് അറിയാം, ചെറിയ കാര്യം കിട്ടിയാൽ മതി അത് എൻ്റെ എഡ്യൂക്കേഷനെ ബാധിക്കും എന്നുള്ള. അപ്പോ ഒരു പോയിന്റ് ഇത്രയും ചീത്തവിളിയൊക്കെ അപ്പൊ പറഞ്ഞ് ഇനി കുറച്ച് കോണ്ടന്റ് ഒക്കെ മാറ്റി പിടിക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞു. അത് ഏതച്ഛനമ്മമാർക്കായാലും ഇത്രയും മോളെ കുറിച്ച് പറയുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടല്ല, അത് സപ്പോർട്ടാണ്. പിന്നെ ഇപ്പോ ഡാൻസ് വീഡിയോയിലോട്ട് മാറുമ്പോ അവര് ഷെയർ ചെയ്തരും, ഇത് അടുത്ത് ചെയ്യണേ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം റീലിൽ മാത്രല്ല റിയൽ ലൈഫിലും ആള് പിന്നെ ഒരു കുട്ടിത്വം ഉള്ള ഒരാളാണ്, മെച്ചുവേർഡ് ഉള്ള ഒരാളല്ല ആണ്. ഓക്കെ, നമ്മൾ ആ വീഡിയോയിൽ കണ്ട അത്രയും കുട്ടിത്വം ഉണ്ടോ അതോ അത് കുറച്ച് നിങ്ങൾ ഇട്ടതാണോ? ഓക്കെ, ഏതൊരു ഫാമിലി ആയാലും ഏറ്റവും ഇളയ കുട്ടി അല്ലെങ്കിൽ മിക്കവരെയും ഒരു ചെല്ലത്തോടെ വളർത്തുന്നത്.
ആ ഒരു നമ്മളെ ലൈഫിലുണ്ട്. പക്ഷെ നമ്മള് ചെറുതായിട്ടൊന്ന് സോഷ്യൽ മീഡിയയിലൊന്ന് ഇട്ട് കൊടുത്തതാ, പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഇല്ല, പക്ഷെ അതുകൊണ്ട് എന്താണ്, നിങ്ങൾ വൈറലായില്ലേ, വൈറലായി ഈ വൈറലായി കഴിഞ്ഞാൽ പിന്നെ ഫേമസ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. കുറെ പേര് നിങ്ങളെ പിടിച്ച് ഫേമസ് ആക്കിയല്ലോ. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നും നമുക്ക് ഫേമസ് ആവാൻ താല്പര്യം ഇല്ലായിരുന്നു, അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന് നമ്മളെ അടുത്ത് വേറെ രീതിയിൽ ചിത്രീകരിക്കും, നാളെ പോസിറ്റീവ് ആകും, ചിലത് നെഗറ്റീവ് ആകും. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല. നമ്മൾ തന്നെ ആലോചിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കേട്ട് ഇപ്പൊ പറ്റണില്ല. അങ്ങനെ പല രീതിയിൽ പല കോണ്ടന്റുകൾ ഇട്ടു തുടങ്ങി. അവസാനം ഇപ്പം ഈ ശ്രീകുട്ടീനെ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ മാത്രം ഇട്ട് കൊടുക്കുന്നു, വീഡിയോ കിട്ടുക, ഞാനല്ലേ വായിരിക്കണം കേട്ടോണ്ടിരിക്കണം. അവസാനം കുഴപ്പമില്ല, ഞാനും വരാം, ഞാനും കുറച്ച് നോക്കി ഇടാന്ന്. ഞാനും പിന്നെ ചില ഫ്രെയിമിലൊക്കെ വന്ന്, പക്ഷെ സംസാരത്തിലൊന്നും ആർക്കൊന്നും തോന്നില്ല. അതിനും അവളെ തന്നെ വെച്ച് പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡാൻസിലോട്ട് പോകും, ഒന്ന് പോസിറ്റീവായി. അടഞ്ഞാൽ മതി, വാർക്കായിരുന്ന കുഴപ്പമില്ല. ഇത് ഡാൻസോ എന്ത് കോപ്രായം വേണോ കാണിച്ച, പക്ഷെ വാ മാത്രം തുറക്കരുത്. പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം ആള് പിന്നെ എടുത്ത് ഇടുന്ന പോലെ ഇമോഷൻസ് ഇതൊക്കെ കുറച്ച് കൂടുതൽ എക്സ്ട്രാ ആയിട്ട് എടുത്തിടുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആൾ കൂളായിട്ട് വന്നിരുന്നാണ് സംസാരിക്കുന്നത്. സോ ഒരു ഫണ്ണി കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ ഇത്രയും അവരെ ക്രൂശിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് വേണ്ടി ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാം ആ സംഭവം. രസമല്ലേ? എനിക്കത് എനിക്ക് ഹെൽമെറ്റ് ഒന്ന് ഇട്ട് തരും. എനിക്ക് പറ്റില്ല. ഒന്ന് കാണിക്കാവോ? വലുതായിട്ട് കേറൊന്നുമില്ല. ഇനി എന്ത് കേറാനാകെ നമ്മൾ കേറി കഴിഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പേടിക്കണ്ട. ഞാൻ റോസ്റ്റാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ അതൊരു റീൽ കോണ്ടന്റിന് വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അത് വേറൊരു ഉദ്ദേശത്തോടും കൂടി ചെയ്തതല്ല. റിയൽ ലൈഫിലും ആൾ പോയാലൊന്നും അങ്ങനെ നിലത്തിരുന്ന കരയുന്ന ആളല്ല ഈ ഷോപ്പി എന്നാണ് പറയുന്നത്. സോ കാണിച്ചോ. ഇതെനിക്കൊന്ന് ഇട്ട് തരുമോ? ഓക്കെ, പക്ഷെ ഞാനത് കുറേ അടുത്ത് കണ്ടു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന എനിക്ക് തോന്നുന്നു ആസിഫ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആസിഫ് റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ സംഭവം കാണുന്നത്. അപ്പം ഞാൻ കയറി നിങ്ങളുടെ അക്കൗണ്ട് നോക്കി. പിന്നെ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ ആ ഒരു കണ്ടന്റ് നിങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വന്നപ്പോഴാണ് നിങ്ങളൊന്ന് ഒതുങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ മുമ്പേ വരെ ഈ ഷോപ്പി തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ടന്റ്. ഒരു 1 മന്ത് ബാക്കോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഷോപ്പി ഇക്കു തന്നെയാണ് കണ്ടന്റ്. പറഞ്ഞു കല്യാണം നമ്മൾ ലവ് മാരേജ് ആയിരുന്നു. ആദ്യമൊക്കെ വീട്ടിൽ നല്ല പ്രശ്നമായിരുന്നു. ഒരിക്കലും സംഭവിക്കണം, ഹിന്ദു ക്രിസ്ത്യൻ ആയതുകൊണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, സോ ആയിട്ട് എന്തായാലും നമ്മളെ വീട്ടിലൊക്കെ പ്രശ്നം കാണൂല. ഇപ്പം ശ്രീകുട്ടിയുടെ വീട്ടിൽ നല്ല പ്രശ്നമായിരുന്നു. ഒരിക്കലും കെട്ടിച്ചേരില്ല എന്ന് പറഞ്ഞാണ്. പിന്നെ ഒരു പിടിവാശിയോടെ നിന്ന്, പിന്നെ അത് അവസാനം അവരൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എഡ്യൂക്കേഷൻ. അത് പ്രാധാന്യം കൊടുത്ത് മാത്രമേ ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം വലിയ അതിട്ട് അവ സമ്മതിച്ച് ഓക്കെയാണ്. ഇപ്പം എഡ്യൂക്കേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ കാര്യത്തിൽ കല്യാണം കഴിഞ്ഞെങ്കിലും ആവരില്ല. നമ്മൾ 2 വീട്ടിലായിട്ടാണ് നിൽക്കുന്നത്. അവളെ വീട്ടിലും എൻ്റെ വീട്ടിലായിട്ടാണ് നിൽക്കുന്നത്. എഡ്യൂക്കേഷൻ കഴിച്ച ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. ഓക്കെ, അപ്പം എന്താണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്? സൈക്കോളജി. എന്തൊരു കോയിൻസിഡൻസ്. വേറെ കോഴ്സും കൊണ്ട് അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അതെ, ഓക്കെ. അത് ഇനിയിപ്പോ പറഞ്ഞ അടുത്ത ട്രോൾ വല്ലതും വരുമോ? ഇപ്പം എന്തായാലും ഓക്കെ, എന്നോട് ഇന്റർവ്യൂ ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരു ട്രോളിന് ഷോപ്പിക്ക് വയ്യ. അതുകൊണ്ട് സൈക്കോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ പറ്റിയ ഒരാളാണോ? എന്നിട്ടാണ് വിഷയം പഠിക്കുന്നത്. കാരണം ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. പല കഥകൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും, പലരുടെ മാനസികാവസ്ഥ കേൾക്കേണ്ടി വരും. അപ്പോൾ അവരവരുടെ ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും പൊട്ടിക്കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുന്നത്? എന്നിട്ട് വല്ലതും ആവുന്നുണ്ടോ? താഴോട്ട് പോകണല്ലാതെ മുകളിലോട്ട് പോകണില്ല. ഇല്ല. അതെ, ഇപ്പൊ ഒരാള് എന്തേലും വീഡിയോ ഉപയോഗിക്കും, പോയിരുന്ന് കരയുക, അത്
അതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് കൊണ്ടാണ് കാര്യം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതിലാണ് കാര്യം. കാരണം എനിക്ക് മല്ലൂരാപ്പർ എന്ന് പറയുന്ന അവർ ചെയ്ത വീഡിയോയോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നിങ്ങൾ എന്ത് കണ്ടന്റ് ചെയ്തോട്ടെ, എന്തെന്നെ ആയിക്കോട്ടെ, പക്ഷേ ഒരു സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്ന രീതിയിലാണ് അവർ വീഡിയോ ചെയ്യുന്നത്. ഈ ഷോപ്പിയുടെ കാര്യം മാത്രമല്ല, മറ്റു പലരുടെ കേസാണെങ്കിലും പലരെയും അപമാനിക്കുന്ന രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇതൊന്നും കംപ്ലൈൻറ്റ് ചെയ്യാനോ ഇതിനെതിരെ ആക്ഷൻ എടുക്കാനോ ആരും ഇല്ലേ എന്നുള്ളത് ഞാനും ചിന്തിക്കാറുണ്ട്. സോ അതുപോലത്തെ കോണ്ടന്റ്സ് നിങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുക, നിങ്ങളും പ്രതികരിക്കുക, ലീഗലി പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വിഷയത്തിലോട്ട് വരാം. അപ്പം അങ്ങനെ ലവ് മാരേജ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്രയായി? 1.5 വർഷം. ഓക്കെ, ഇപ്പം കഴിയാനായോ സൈക്കോളജി ഒക്കെ? ഇല്ല, സെക്കൻഡ് സെം ആണ്. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് 4 സെംസോളം. ഓക്കെ, അപ്പം എവിടെ പഠിക്കുന്നത്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, അവിടെയാണ് പഠിക്കുന്നത്. ട്രിവാൻഡ്രത്ത്? കൊല്ലത്താണ്. ഓക്കെ ഓക്കെ, നാട് ട്രിവാൻഡ്രത്താണ് അല്ലേ? രണ്ടുപേരുടെ നാട് ട്രിവാൻഡ്രത്ത്. ഞാൻ വെമ്പായം, ധനുവച്ചൻ നെയ്യാറ്റിങ്കര. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഞാൻ പറഞ്ഞു. ഞാനൊരു ചാനലിൽ ക്യാമറമാനായിരുന്നു. അപ്പം അവിടെ പാട്ട് പാടാൻ വന്നതാണ്. പള്ളി ക്രിസ്ത്യൻ ചാനലായിരുന്നു. അപ്പോൾ പള്ളിയിൽ ഒരു കൊയർ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെ പാടാൻ വന്നതാണ്. അങ്ങനെ പാടാൻ വന്ന് ആദ്യമൊക്കെ ഒരു പ്രാവശ്യം കണ്ടു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ തന്നെ അടുത്ത ആ ഒരു കണ്ടിന്യൂ ബേസ് ചെയ്ത് കുറേ പ്രോഗ്രാം വന്നു പള്ളികളിലായിട്ട്. അപ്പം ഇവർ പള്ളിയിൽ നിന്ന് ഇവരുടെ ടീമും വരുമായിരുന്നു. അപ്പം ആ പള്ളിക്കെല്ലാം ഞാൻ ഷൂട്ടിന് പോകും. എല്ലാ ഷൂട്ടിനും കാണും. അതുപോലെ തന്നെ വീണ്ടും അപ്പോൾ ഏകദേശം കണ്ട് ഫേസ് ഒക്കെ അറിയാം. അപ്പോൾ പേരൊക്കെ തപ്പി പിടിച്ച്. അപ്പോൾ അന്ന് സംസാരിച്ചില്ല. അടുത്ത വർഷം അതുപോലെ നമ്മളെ അവിടെ പാടാൻ വന്നു, ചാനലിൽ പാടാൻ വന്നു. അപ്പം വീണ്ടും കാണുമ്പോൾ നമുക്ക് തോന്നില്ല സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് വീണ്ടും അടുത്ത പ്രോഗ്രാം കാണുന്നു. അങ്ങനെ ഞാൻ പ്രപ്പോസ് ചെയ്ത് ഞാൻ കൂടി. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് വീട്ടുകാർ പ്രശ്നമാണ്, നടക്കൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആണ്. അങ്ങനെ പിന്നെ അവിടെ നാട്ടിൽ തന്നെ ഈ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുവഴിയൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് കമ്പനിയായി. പിന്നെ വീട്ടുകാർ ഞാൻ ആദ്യമേ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. വിളിച്ച് അപ്പോൾ അവര് ഇനി പറയാനൊന്നുമില്ലേ. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എന്താ ലൈഫിൽ ഒരാൾ ഇത്രയും വരുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ. സ്വാഭാവികമായിട്ട് അവളും ഇഷ്ടപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീട്ടിലറിഞ്ഞു. പിന്നെ ഇഷ്യൂ ആയി. പിന്നെ ക്രിസ്ത്യൻ ഹിന്ദു അങ്ങനെ സമ്മതിക്കുക. പിന്നെ അവസാനമായപ്പോൾ അവർക്ക് മനസ്സിലായി, ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ഇക്കു ഇഷോപ്പിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഇഷോപ്പിനെ സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, പാട്ടൊക്കെ പാടുന്നാണ് അപ്പൊ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ പള്ളിയിൽ കൊയർ ടീമിലൊക്കെ പാടാൻ വേണ്ടി പോകുന്നു ചേച്ചി കൂടെ പോകുമ്പോ വെറുതെ. ഓ, ചേച്ചിയുടെ കൂടെ ഞാനും പറ്റിക്കപ്പെട്ടു. പാടാനൊക്കെ ഗ്രൂപ്പിൽ കയറി നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു പാട്ടൊക്കെ പറയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നീട് പറയണ വെറുതെ കൊച്ചൊന്നായിരുന്നു താഴെ ഇറങ്ങിയതാ, വീണ്ടും എയറിലാക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും 2Ks ആണോ? 2K കിട്ടല്ലേ? ആ, 90s കിഡാണ് അല്ല, 2K കിഡാണ്. നിങ്ങൾ കാലത്തിനനുസരിച്ച് ഇക്കു മാറി, പിന്നെ ഇഷോപ്പി പിന്നെ 2K കിഡാണ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ ഇഷോപ്പിയുടെ വേറൊരു റീലാണ് ഇടയായി. പിന്നെ നമ്മൾ സിനിമ ഏതാ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നോക്കുമ്പോ കൽബ് തന്നെ ചൂസ് ചെയ്യുന്നു. കൽബാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി. നമ്മുടെ റിലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കത് ഞാൻ ആ സിനിമ ഒരു 3-4 തവണ കണ്ട്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ റിലേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നോണ്ടാണ് ഞാൻ ആ സിനിമ പറഞ്ഞത്. പറയുന്നുണ്ട് അതൊരാളുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ ഇഷ്ടം എന്നൊക്കെ. ഓക്കെ ഓക്കെ, അതായത് കാലത്തിനൊത്ത് നമ്മൾ മാറണമെന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടപ്പെട്ട സിനിമ കൽബാണ്. എല്ലാവർക്കും അല്ല, ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ്. ഓക്കെ, അപ്പൊ കൽബാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി. അതിലെന്താണ് നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ആവുന്ന ഒരു കാര്യം എന്താ തോന്നിയത്? ആദ്യ ടൈമില് വീട്ടിലുണ്ടാവണ ഇഷ്യൂസും കാര്യങ്ങളും ഫൈറ്റും അതൊക്കെ ഓർമ്മ വരും. അടി ഇട്ടിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ. കയ്യിലിരിപ്പിന്റെ ആണോ അടി കിട്ടിയേ? മാക്സിമം ലവ് മാരേജ് താല്പര്യമില്ല. അപ്പൊ അത് മാക്സിമം മുടക്കാൻ വേണ്ടിട്ട്
വലിയ അടിയൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. ചെറിയ രക്ഷാകർത്താവ് സാധാരണ അതുപോലെ പിന്നെ ഫോണൊക്കെ മാറ്റി വെക്കുക, വീട്ടിൽ ലോക്ക് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഫോൺ അധികം തരില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഫോണൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇല്ല. ഒരു പോയിന്റ് എത്തിയപ്പോ നമ്മള് റിലേഷൻഷിപ്പിനെ കഴിഞ്ഞും എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോ വീട്ടുകാർക്ക് മനസ്സിലായി നമ്മള് അതെ അതെ, എങ്ങനെ പോയാലും പിന്മാറില്ല. ഞാൻ ഇക്കുവിന് സ്വന്തമാക്കുന്ന ഈ ഷോപ്പി അങ്ങ് തീരുമാനിച്ചു. അപ്പൊ രണ്ടുപേരും കൈവിടാൻ തയ്യാറാവാതെ അങ്ങനെ ലാസ്റ്റ് എന്താ പറയാ, സ്വന്തമാക്കി എന്ന് തന്നെ പറയാം. ഓക്കെ. അപ്പം നിങ്ങളുടെ ലൈഫിലെ വിശേഷങ്ങൾ അതൊക്കെയാണ്. സോ നിങ്ങളുടെ ഒരു ഇത് പറയാന്നുണ്ടെങ്കിൽ പറഞ്ഞു, നെഗറ്റീവ് കമൻസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. ഓക്കെ, തള്ളച്ചി കാര്യങ്ങൾ അത് കോമൺ നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു ഇതാണ്. കാരണം നമ്മളൊരു പിന്നെ 20s കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30s അടുക്കുമ്പോഴേക്കും നമ്മൾ വയസ്സെത്തിയായി, ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ എന്തൊരു ചെറുപ്പമായിരുന്നു. ആ രീതി പറയുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് നമ്മൾ കാര്യമാക്കേണ്ട, അത് ഓരോരുത്തരുടെ ഒരു ചിന്താഗതിയാണ്. അതുകൂടാതെ വളരെ മോശമായിട്ടുള്ള രീതി വീട്ടുകാരെ പറയുക, അല്ലെങ്കിൽ മോശമായ രീതി ചിത്രീകരിക്കുക, അങ്ങനത്തെ കമന്റ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നോ? ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ പറയണത്, നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ ഇപ്പം ഇവിടെ വന്ന് എനിക്ക് ആ ഒരു വേർഡ് പറയാൻ തന്നെ എനിക്ക് തന്നെ പറ്റുന്നില്ല. ഒരു പബ്ലിക്കായിട്ട് ഒരു ചീത്ത വേർഡ് അവരിടുന്ന കമൻറ്റ് പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോൾ അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്നു, ഒരു അറപ്പ് പോലെ തോന്നുന്നുണ്ട്. അതുപോലത്തെ കമൻറ്റുകളാണ് ഓരോന്ന് വരുന്നത്. ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്. ഇപ്പം ഏതെടുത്ത് പറയാൻ പറ്റൂല, നമുക്കത് പറയാൻ പറ്റൂല, നമ്മളത് പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഒരു വീഡിയോ ഇടുമ്പോൾ പോലും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഇപ്പം ഡ്രസ്സിങ് ആയാലും ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇപ്പം ഇപ്പം ശ്രീകുട്ടി ആയാലും ഭാര്യ ഭർത്താവാണ്, നമ്മളൊരു ബോഡി ഇപ്പോൾ വീഡിയോ കൊച്ചു കുട്ടികളായാലും കാണുന്നതാണ്, ഒരു ബോഡി ടച്ച് പോലും ചെയ്യാതെയാണ് നമ്മളങ്ങനെ ഇത് എടുത്ത് പറയണതല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ട് വരേണ്ട, അങ്ങനെ ഒരു നമുക്ക് നെഗറ്റീവ്, നമ്മൾ കാരണം നെഗറ്റീവ് പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ബോഡി ടച്ച് പോലും ചെയ്യാതെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന നമുക്ക് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ്, കിടപ്പറ മുറികളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ കമൻറ്റ് വരുമ്പോൾ കാണുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് ഓരോ കമൻറ്റ് കണ്ടിട്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്ട്രോങ് ആയി നിർത്തും, കുഴപ്പമില്ല സോഷ്യൽ മീഡിയയാണ്, എന്നാൽ പോലും എൻ്റെ മനസ്സിൽ നല്ല വിഷമവും കാര്യങ്ങളുണ്ട്, തിരിച്ച് നല്ല പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ ഞാനുള്ള ഇമോഷനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നിൽക്കാൻ പറ്റില്ല. ചെറിയൊരു കാര്യം കിട്ടിയാൽ അപ്പോൾ തളയും. മീൻസ് നമ്മളെ ഡ്രസ്സിംഗ് ഒക്കെ പക്കയായിട്ടാണ് നോക്കണേ എന്ന് വെച്ചാൽ ഒന്ന് നെഗറ്റീവ് പറയാത്ത. പക്ഷെ ഈ ചില ലേഡീസ് ആണ് പറയുന്നത്, നിന്റെ മറ്റേ ഡ്രസ്സിൽ ഇവിടെ ഇത്ര കാണാമല്ലോ, ഇങ്ങനെ അതൊക്കെ ഷാർപ്പായിട്ട് നോക്കി വെച്ചിരിക്കുകയാണ്. ചെറിയൊരു അപ്പൊ നമ്മൾ നോക്കിയാണ് അതിലൊന്നും കാണൂല. 10 വരെ ശ്രദ്ധിച്ച് കുറ്റം പറയാൻ നിൽക്കുന്ന ആൾക്കാരുടെ പിന്നെ എന്തോ പറയാനാ. അവരെ പോലൊരു സ്ത്രീയാണ് ഇരിക്കുന്നത്. അവര് തന്നെ അതുവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുക. ഓക്കെ, ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മാളവിക ജയറാം പിന്നെ ഒരു ഓൺലൈൻ മീഡിയാസ് എല്ലാം കൂടി ഇതാക്കുന്ന സമയത്ത് ആളുടെ ഡ്രസ്സിങ്ങില് മീൻസ് ഒരിത് പിന്നെ അത് അവരുടെ ശരീരം തടിച്ചു ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ മോശമായി ചിത്രീകരിച്ചു. പറയാൻ പറ്റാത്ത തരത്തിലുള്ള കമൻറ്റുകൾ വളരെ ചിത്രീകരിച്ച് അടയാളപ്പെടുത്തിയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങളുടെ ഒന്നും വീട്ടിൽ അമ്മ പെങ്ങന്മാരില്ലേ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം സ്ത്രീകളെ കേവലം ഒരു ശരീരം മാത്രമായി കാണുന്ന ചില കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് കളിയാക്കാം, പിന്നെ ഒരു പരിധി വരെ നമുക്ക് ട്രോളാം, അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു പരിധി വിട്ടിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലുള്ള ട്രോളുകളും കമൻറ്റുകളും, പ്രത്യേകിച്ച് പിന്നെ ഒരാളുടെ കിടപ്പറയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ളൊരു ത്വര, അത് ഭയങ്കരമായിട്ട് കൂടുതലുള്ള ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സൊസൈറ്റി തന്നെയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം എല്ലാവരെയും അല്ല ഞാൻ എടുത്തു പറയുന്നത്,
ചില ആളുകൾ ചില കമന്റ് ഇടുന്ന, പണ്ടത് ഫേസ്ബുക്കിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് വസന്തങ്ങൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ചേക്കേറിയിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കളിയാക്കി കമന്റ് ഇടുന്ന കുറെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിരിച്ചു തള്ളി പോകുന്നവരും കുറെ ഇത് ആരാ ഇതെന്താ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു ഫണ്ണി ലെവലിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഒരു ലിമിറ്റ് വിട്ടിട്ട് വരുന്ന കമന്റുകൾ ഞാൻ നിങ്ങളുടെ ഇതിൽ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് ഏതാണ് അതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത്? കാരണം നിങ്ങളുടെ കുറെ കമന്റുകൾ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ചിലത് നമുക്ക് വായിക്കാൻ അറപ്പുളവാക്കുന്ന രീതിയിൽ. കാരണം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പം ഇവര് ഈ കമന്റ് ഇടുന്ന, ടൈപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത്, ഈ കൈ വെച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പറ്റുന്നു എന്ന് ചിന്തിക്കും. കാരണം അത്രയും വൾക്കറായിട്ടുള്ള രീതിയിലുള്ള കമന്റ് കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൽ കാണാൻ വേണ്ടി ഇടയായി. അപ്പം സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓരോ കണ്ടന്റ് ഇപ്പൊ നമ്മൾ പല ആളുകൾ തമാശ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റി തന്നെ കോപ്രായം കാണിക്കുന്ന ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റിയാണ് ഇതുപോലൊരു ഫണ്ണി സാധനം ചെയ്തതിന് ഇത്രയും ട്രോളി വരുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തു, അവർ പറഞ്ഞു ട്രോളായിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഈ റിയാക്ട് ചെയ്യുന്ന പല ആളുകൾ തന്നെ പറഞ്ഞു നോർമലായിട്ട് എനിക്കെതിരെ റിയാക്ഷൻ ചെയ്യുമ്പോൾ ആൾ നോർമലായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട റിയൽ ലൈഫിൽ ആള് കൂളായിട്ടുള്ള ഒരാളാണ്. പിന്നെ കുട്ടിത്തം അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു സംഭവം തന്നെയാണ്. അത് എൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ പ്രശാന്തിൻ്റെ ഉള്ളിലുണ്ട്, ശാലിമയുടെ ഉള്ളിലുണ്ട്, അങ്ങനെ ഓരോ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ഇപ്പം ചില ആളുകൾ പറയുന്നത് കേൾക്കാം, എനിക്ക് പിന്നെ 40 വയസ്സായി പക്ഷേ ഇപ്പോഴും ഞാൻ കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഒരു 8-9 വർഷം മുമ്പേ ഇപ്പം 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പം ഇവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കുക, അയ്യോ ഇത്രയും വലുതായോ? അതാണ് നമ്മൾ കണ്ണടച്ച് തുറക്കും പോലെ സമയം കടന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ കുട്ടി വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോവുക. നെഗറ്റീവ് കമന്റ്സ് കേട്ടിട്ട് നിർത്താതിരിക്കുക. നാളെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്ന സൊസൈറ്റി നാളെ നമ്മളെ വാഴ്ത്തിപ്പാടും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പലരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കഥകളും ഉണ്ട്. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടി ഇരുന്നതിന് ഒത്തിരി നന്ദി. ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇപ്പം കരയും എന്നുള്ള മട്ടിലാണ് നമ്മുടെ മുമ്പിൽ ഈ ഷോപ്പിൽ വന്നിരുന്നത്. സോ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഈ ഷോപ്പിയുടെ ഇക്കും ഉണ്ട്. അപ്പം എന്താണ് ലാസ്റ്റ് ആയിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? കോണ്ടന്റ് എന്നുള്ള രീതിക്ക് കണ്ടാൽ മതി. അതൊരിക്കലും ഒരാളുടെ പേഴ്സണൽ ലൈഫും കരിയറും എഡ്യൂക്കേഷനും ഒന്നും വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ബോഡി ഷേമിങ്. ഞാൻ തള്ളച്ചിയൊന്നുമല്ല, 22 വയസ്സ്. അത് കാരണം ജിമ്മിൽ പോകാൻ വേണ്ടി നിങ്ങൾക്ക് കണ്ടിട്ട് എനിക്കൊന്നും തോന്നില്ല. അപ്പം പറഞ്ഞ ജിമ്മിൽ പോകണം, എല്ലാവരും എന്നെ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ സമൂഹത്തിൽ ഒരിക്കലും ആർക്ക് മുന്നിൽ നമ്മളൊരു ചീത്ത വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ അങ്ങനെ വീഡിയോ ഇടുന്ന ആൾക്കാരുമല്ല. നമ്മൾ നല്ലതെങ്കിലും ഒരു ഫണ്ണായിട്ടത് ചെയ്തു. ദൈവേ നമ്മളെ ഈ പറയുന്ന വേർഡുകൾ മാക്സിമം നിങ്ങൾ നല്ല, ഇപ്പം ആസിഫ് ആയാലും കുറച്ച് പേര് അങ്ങനെ 2-3 പേര് നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അത് ഫണ്ണായിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. യൂട്യൂബിലായാലും കുറച്ച് പേര് ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ കമന്റ് വളരെ മോശമായിട്ടുള്ള കമന്റാണ്. പരമാവധി അവൾ സ്ത്രീയാണ്, ചിലപ്പോൾ നിങ്ങൾ പരിഗണന കൊടുക്കൂലായിരിക്കും. എന്നാലും എനിക്ക് പറയാനുള്ള പറയണം, ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അത് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം നിങ്ങളെ വാടപ്പിക്കാൻ എനിക്ക് പറ്റൂല. മാക്സിമം നമ്മളെ ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നമുക്കും വിഷമവും ദുഃഖവും സങ്കടവും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഒരു പരിഗണന തന്ന അത്രയും സന്തോഷമുണ്ട്. പിന്നെ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ രീതിയിൽ നമ്മൾ പലതവണയും നമ്മൾ ആലോചിച്ചതാണ്, നിയമപരമായിട്ട് പോയാലോ ചിലർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്തിനും പിന്നെ മറ്റുള്ളവരെ നമ്മൾ പോട്ട്, അവരങ്ങനെയാണ് പറഞ്ഞ് തിരുത്താൻ പറ്റില്ല, അവരെങ്ങനെയെങ്കിലും പോട്ട്. പിന്നെ ക്ഷമ വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് പോകാനേ പറ്റുള്ളൂ. മാക്സിമം നമ്മൾ നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ല, നമ്മളും തിരിച്ച് വരായിരുന്ന അത്രയും സന്തോഷം. എന്തായാലും വീഡിയോ നമ്മൾ ഓരോ കണ്ടന്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെന്തായാലും ബാക്കിലോട്ട് പോകാൻ തീരുമാനിച്ചില്ല. പിന്നെ കൂൾനെസ് ആ തൽക്കാലം നമുക്ക് ഇനി കേൾക്കാൻ വയ്യ. അപ്പോൾ ഇനി
ഞങ്ങൾ ക്യൂട്ട്നെസ് ഇടുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് ജോയിൻ ചെയ്തതിന് ഒത്തിരി നന്ദി. പിന്നെ എനിക്ക് പൊങ്കാല വരുമായിരിക്കും, സാരല്ല, അതെല്ലാം സ്വീകരിക്കാൻ റെഡിയാണ്. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു.